ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ മടിക്കേരി പോയതാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് നേരെ മടിക്കേരിക്ക് പോയി. രാവിലെ ഞങ്ങൾ സുബഹി നിസ്കരിച്ചിട്ട് കഴിഞ്ഞിട്ട് 9 മണിയാകുമ്പോൾ ഞങ്ങൾ സുല്യത്തി. അത് കഴിഞ്ഞ് സുല്യത്തിൽ നിന്ന് ഞങ്ങൾ നല്ല വെജിറ്റബിൾ ഹോട്ടലിൽ നിന്ന് അടിപൊളി മസാല ദോശയും പിന്നെ പൂരി ഭാജിയും പിന്നെ വടയും ചട്നിയും സാമ്പാറാണ് ഓർഡർ ആക്കിയത്. നല്ല അടിപൊളി ചായ, നല്ല രസമുണ്ടായിരുന്നു കുടിക്കാൻ. ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ പിന്നെ ചായ എല്ലാം കുടിച്ചിട്ട് ഇറങ്ങിയിട്ട് വിചാരിച്ചു ഞങ്ങൾ പിന്നെ മടിക്കേരി പോവാന്ന്. സുല്യത്തിന് മടിക്കേരി അബി ഫാൾസിൽ സ്ഥലം ഉണ്ടായിന്. കുറേ ആയി വിചാരിക്കുന്നു അവിടെ പോകണമെന്ന്. അങ്ങനെ അവിടത്തേക്ക് ഞങ്ങൾ പോയി. ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോയിന്നത്. ഞങ്ങൾക്ക് സ്കൂട്ടി നല്ലതിലും കംഫോർട്ട്. എപ്പോഴും സ്കൂട്ടിയിൽ പോയി തന്നെ ഇങ്ങനെ ബാഡായി. അപ്പോൾ ഞങ്ങൾക്ക് ബൈക്കിൽ പോകുമ്പോൾ അത്ര ഇതാകുന്നില്ല. സ്കൂട്ടിയിൽ തന്നെ ഞങ്ങൾ എവിടെ പോകുന്നെങ്കിൽ സ്കൂട്ടിയിൽ പോകും. കണ്ണൂർ, കോഴിക്കോട് എല്ലായിടത്തും ഞങ്ങൾ സ്കൂട്ടിയിൽ തന്നെ പോക്ക്. അങ്ങനെ ഞങ്ങൾ വാട്ടറിൻ്റെ അവിടെ നോക്കാനെടുത്ത് പോന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു റോഡിലരികിൽ നല്ല ചെന്തങ്ങ് കണ്ട് തമ്മിൽ ഞാൻ പറഞ്ഞു നമുക്ക് ചെന്തങ്ങ് കുടിക്കുക, കുറേ ആയില്ലേ കുടിക്കാത്തത്. അങ്ങനെ ചെന്തങ്ങിന്റെ പൊണ്ടം കുടിക്കാനടുത്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ പെപ്സിയും ഇത് 7up അങ്ങനത്തെ എല്ലാം കുടിക്കുന്നാട്ടേ ആവുമല്ലോ. ഇങ്ങനത്തെ എല്ലാം കുടിച്ച് തടിക്ക് കുറച്ച് നല്ല തണുപ്പും കിട്ടി, തടിക്കും നല്ലതല്ല. അപ്പം ഇങ്ങനെ അവിടെ കാണുമ്പോയില്ല, റോഡിന്റെ അരികിൽ കാണുമ്പോയില്ല, നല്ല രസമാണ്. നല്ല കാണുമ്പോക്കില്ലേ ഈ ചെന്തങ്ങ് നല്ലൊരു കളർഫുൾ ആയിട്ട് വീഡിയോയിൽ കാണാട്ടില്ല, അവിടെ കാണുമ്പോക്കില്ല നല്ലൊരു നമുക്ക് അവിടെ കാണുന്നുണ്ട്. നല്ലൊരു തോന്നുന്നു കീഞ്ഞിട്ട് കുടിച്ചിടാന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത്. ഞങ്ങൾ സുല്യത്തിന് കുറച്ചപ്പുറമാണ് ഇത് പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് ചെന്തങ്ങെല്ലാം കുടിച്ച് ഞങ്ങൾ യാത്രയായി. പിന്നെ യാത്ര പോയി. സുല്യത്തിന് കുറേ പോകാനുണ്ട് മടിക്കേരിക്ക് കുറച്ച്. പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ടാകുമ്പോൾ ഇതെല്ലാവർക്കും കണ്ണുന്ന സ്ഥലമായിരിക്കും. ഈ സ്ഥലത്ത് ഏകദേശം ആൾക്കാരില്ലേ വണ്ടിയെല്ലാം നിർത്തിച്ചിട്ട് നമ്മൾ ചായ കുടിക്കാന് എല്ലാം നിർത്തിക്കുന്ന ഒരു സ്ഥലമല്ലേ. നല്ല വെള്ളത്തിന്റെ ഇതെല്ലാം ഉണ്ട്. അന്ന് ഞങ്ങൾ ഫാമിലിൻ്റെ ഒക്കെ മടിക്കേരി പോകുമ്പോൾ ഇതേ സ്ഥലത്ത് നിന്നിട്ടില്ല ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് മുളക് ബജി, ഉള്ളി ബജി അങ്ങനത്തെ എന്തെല്ലാം ഐറ്റം അവിടെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി തരും. ഞങ്ങൾ പിന്നെ ചെന്തങ്ങ കുടിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് അത്ര ദാഹവും ക്ഷീണമൊന്നും വന്നിട്ടില്ല. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ പിന്നെയും വണ്ടിയിൽ കയറി പോയി. അങ്ങനെ മടിക്കേരി എത്തിയിട്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് അബി ഫാൾസിലേക്ക് പോയി. അവിടെ കുറേ ടൂറിസ്റ്റ്, ഞാൻ കുറേ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. കുറേ ടൂറിസ്റ്റുകൾ പിന്നെ ജീപ്പിലെല്ലാം കൊണ്ടുപോകുന്നില്ലേ, അങ്ങനെയെല്ലാം കൊണ്ടുപോയിട്ട് എസ്റ്റേറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനത്തെ ബൈക്കൊന്നും പോലെ അവരുടെ ഇത് തന്നെ ഉണ്ട്, അവരുടെ ജീപ്പ് തന്നെ ഉണ്ട്. ആ ജീപ്പിൽ കയറിയിട്ട് നമ്മൾ പോകണം അതിലേക്ക്. അതിന് നല്ല റേറ്റാണ് പോകുമ്പോൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടാ ഞങ്ങൾ എന്താക്കി സീതെ പോയി ബൈക്കിൽ തന്നെ ഞങ്ങൾ അബി ഫാൾസിലേക്ക് നോക്കാനെടുത്ത് അങ്ങനെ പോയി. നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ എൻട്രി ടിക്കറ്റ് എടുക്കണം. അവിടെ ടിക്കറ്റിന് 10-20 എത്ര വാങ്ങും ടിക്കറ്റിന്. അങ്ങനെ ടിക്കറ്റിന് ക്യൂ എന്തോ വലിയൊരു സംഭവം നടക്കുന്നു. നല്ല രസമുണ്ട്. പക്ഷെ നമുക്ക് എന്തില്ലെങ്കിൽ നടക്കാൻ ഭയങ്കര ഉണ്ട്. പോകുമ്പോൾ അത്ര വേന അറിയുന്നില്ല, വരുമ്പോൾ ഭയങ്കര വേനാണ്. സ്റ്റെപ്പ് കീഞ്ഞോണ്ട് പോകണം. പിന്നെ നമുക്ക് തേടാൻ ഇരിക്കാനുള്ളൊരു സ്ഥലമെല്ലാം ഉണ്ട്. നല്ല
അവിടെ സീറ്റെല്ലാം ആക്കിയിട്ട് വെച്ചിന്. അത് അങ്ങനെ പിന്നെ വിചാരിച്ചു കുറേ ആയി വിചാരിക്കുന്ന ഇതെന്ത് സംഭവം. അങ്ങനെ ഇത് ഞങ്ങൾ ഹാപ്പി ഫാൾസിലേക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നത്. ഓടി ഓടി പോകുന്ന ഒരാളെ കണ്ട. ആ അപ്പോൾ ഇതാ ഞമ്മ എത്തി. നല്ലൊരു അടിപൊളി പറഞ്ഞ പോലെ നല്ല കാണാനുണ്ട്. ഒരു എന്ത് പറയുന്നത്, നമുക്കൊരു സ്റ്റിക്കറെല്ലാം ഇങ്ങനെ ഒട്ടിച്ചിട്ട് വെക്കുന്നില്ല, നമുക്ക് ചുമലിലേക്കുള്ള സ്റ്റിക്കറെല്ലാം കിട്ടുന്നില്ല, ഒരു വലിയ സ്റ്റിക്കർ അതുപോലെ ഉണ്ട് സംഭവം. മാഷാ അല്ലാഹ് അടിപൊളി. അള്ളാൻ്റെ ഒരു കഴിവ്. പക്ഷേ എന്ത് രസമാണ് കാണുമ്പോൾ. അവിടെ എത്തുമ്പോൾ തന്നെ നല്ലൊരു, ഞാൻ ചെന്ന എല്ലാവരും പോയിട്ട് ഇങ്ങനെ കാണണം. നമ്മ ഇങ്ങനെ ഒരു യൂട്യൂബ് അത് കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ചെറിയ അടുത്തുള്ള സ്ഥലമാണല്ലോ ഇതിപ്പോൾ. മടിക്കേരി ചൊല്ലിയാൽ കുറേ ദൂരമല്ല അല്ലേ. നമുക്കിപ്പോൾ കാറിലൊന്നും നമുക്ക് പോയിട്ട് കഴിയല്ല. കാറിൽ നമുക്ക് കാറിയിട്ട് ഇങ്ങനെ ഏതായിട്ട് ഇത് സ്കൂട്ടറിലെങ്കിൽ നമുക്ക് ലാടാടെ നിർത്തിച്ചുകൊണ്ടും ചായ കുടിച്ചുകൊണ്ടും ഇങ്ങനെ പ്രകൃതിയെല്ലാം ആസ്വദിച്ചുകൊണ്ടെല്ലാം നമുക്ക് പോവാം. ഇത് കാണാനില്ല മാഷാ അല്ലാഹ്. ഇത് വീഡിയോയിൽ കാണും പോലെ അല്ലേ അവിടെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത്. ആരോ ഉണ്ടായിരുന്നു, അവരെ കൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുപ്പിച്ച്. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും നമുക്ക് പറ്റുന്നില്ല. എന്തെങ്കിലും അത്ര നേരം എത്രയോ ആൾക്കാരുണ്ട് അവിടെ വന്നിട്ട് നോക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.